ഫർഹയ്ക്ക് എപ്പോഴും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ, കഴിഞ്ഞ ദിവസം നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ട പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ആർക്കും ഒരു ഡൗട്ടും ഇല്ല? ഫർസീന, ഹന്ന ഒക്കെ ഡൗട്ടൊന്നും ഇല്ല? എല്ലാവരും, കാരണം ഇതിന് ഒരു ഡിഫറെന്റ് മീൻസ് മെനി സൊല്യൂഷൻസ് വരാവുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു ഒരെണ്ണം. പക്ഷേ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഏതാണ്ട് ഒരേപോലത്തെ സൊല്യൂഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ തേർഡ് വൺ ഒക്കെ എങ്ങനെ ചെയ്തു? തേർഡ് വൺ മീൻസ് സിംപ്ലിഫൈ and obtain the solution with least number of gates for the expression ABCD sigma 1, 4, 9, 12, 13. Obtain POS expression also from the map and write your inference. എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഇൻഫറൻസ് ആരും എഴുതി കണ്ടില്ല. എന്താണ് ഇൻഫറൻസ്? പറയൂ, എന്താണ് ഇൻഫറൻസ്? വാട്ട്സ് യുവർ ഇൻഫറൻസ്? ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്ത് പറയൂ. What's your inference? ഞാൻ പേര് വിളിക്കണോ? എന്നാ ശരി, ഓക്കെ. എന്താണ് നിങ്ങൾ അത് രണ്ടും ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ ഇൻഫറൻസ് എന്നുള്ളതൊന്ന് പറയൂ. നോക്കൂ, എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. Naveen's answer is somewhat different. It's good. Yes, Naveen, your answer is good. Naveen's answer somewhat different ആണ്, and that's good. കാരണം കോപ്പി ചെയ്ത് എന്നെ ബോധിപ്പിക്കാനല്ലല്ലോ, നിങ്ങൾ ചെയ്തു നോക്കി നിങ്ങൾക്ക് കിട്ടുന്നോന്ന് അറിയാനാണ് ഇതിടുന്നത്. അപ്പൊ അവനോട് തന്നെ ചെയ്താലല്ലേ അതുകൊണ്ട് കാര്യമുള്ളൂ. നവീൻ, your answer is good. It's a slightly different approach and it's correct also. എന്താണ് ഇൻഫറൻസ്? ഞാൻ തന്നെ വിളിക്കാം, അല്ലാതെ രക്ഷയൊന്നുമില്ല അല്ലേ ഇൻഫറൻസ് പറയാൻ. ഹന്ന, ഹന്ന, ഹന്ന പ്രസന്റ് അല്ലേ? ഹന്ന മോൾ, ഹന്ന, switch on your mic or unmute your mic. ഹന്ന, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? അപ്പോഴേക്ക് ഫർസീന ഓടിപ്പോയോ? വൃന്ദാനാഥ് ഉണ്ടോ അവിടെ? വൃന്ദ, വൃന്ദ ഹലോ. കേൾക്കുന്നുണ്ട്. വൃന്ദ പറഞ്ഞോളൂ. വൃന്ദ ആ പ്രോബ്ലം ചെയ്തില്ലേ? ആ തേർഡ് പ്രോബ്ലത്തിന്റെ ഇൻഫറൻസ് എന്ന് വെച്ചാൽ രണ്ടും ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളതാണ് ഇൻഫറൻസ്. വാട്ട്സ് യുവർ ഇൻഫറൻസ്? യു ഹാവ് സിംപ്ലിഫൈഡ് യൂസിങ് SOP
And you got the expression in SOP form and POS form. And what's your inference? POS എങ്ങനെയാ കണ്ടുപിടിച്ചത്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ എക്സ്പ്രഷൻ കിട്ടിയില്ലേ, അതെങ്ങനെ കണ്ടുപിടിച്ചു? പറയൂ. ഹലോ ഹലോ, എങ്ങനെ കിട്ടിയെന്ന് പറയാൻ പറ്റുന്നില്ലേ? ശ്രീഷ്മയ്ക്ക് പറയാൻ പറ്റുമോ എങ്ങനെയാണ്? എല്ലാരും മീറ്റിംഗിൽ ഇറങ്ങി ഓടുകയാണ്. പറയൂ ശ്രീഷ്മ. ഹലോ, പറയൂ, എങ്ങനെയാണ് പ്രോബ്ലം ചെയ്തത്? എങ്ങനെയാണ് ഈ POS എക്സ്പ്രഷൻ കിട്ടിയത്? ഈ എക്സ്പ്രഷൻ കിട്ടിയില്ലേ, അതെങ്ങനെ കിട്ടി? ഈ പ്രോബ്ലം എങ്ങനെയാ സോൾവ് ചെയ്തത്? ഇതെന്താ ആർക്ക് ശബ്ദമില്ലേ? ഹലോ, വൃന്ദാനാഥിനും ശ്രീഷ്മയ്ക്കും ഒന്നും ഇപ്പൊ ശബ്ദമില്ല. റോഷിത് രമേശ് ഉണ്ടോ അവിടെ? റോഷിത്, പറയൂ, എങ്ങനെയാണ് ചെയ്തത് ആ പ്രോബ്ലം? മിസ്, ഞാൻ ചെയ്തിട്ടുണ്ടായില്ല. ചെയ്തിട്ടില്ലേ? എന്താ ചെയ്യാത്തപ്പോ? ഇല്ല, ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഉണ്ടായിരുന്നത് ചെയ്തിട്ടില്ല എന്നുള്ളതിനൊരു എക്സ്ക്യൂസ് അല്ല അത്. ക്ലാസ്സിലില്ല എന്നുള്ളത്. അപ്പൊ ഇതറിയോ ചെയ്യാൻ? K-map യൂസ് ചെയ്ത് ആർക്ക്? എനിക്ക് വേണ്ടിയാ? അല്ല, ശരി ശരി. നിതിൻ 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 പറയൂ, എങ്ങനെ ചെയ്തു? മൂന്നാമത്തെ. ക്വസ്റ്റ്യൻ കാണിക്കണം അല്ലെ? ഈ പ്രോബ്ലംസ് പൊതുവെ എങ്ങനെയാ ചെയ്തതെന്ന് പറ. 1, 2, 3 മൂന്നായാലും എങ്ങനെ ചെയ്തേ? ഇതാ മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതാണ്. സിംപ്ലിഫൈ ആൻഡ് ഒബ്റ്റെയിൻ ദ സൊല്യൂഷൻ വിത്ത് ലീസ്റ്റ് നമ്പർ ഓഫ് ഗേറ്റ്സ് ഫോർ ദ എക്സ്പ്രഷൻ sigma 1, 4, 9, 12, 13. Obtain POS expression also from the map and write your inference. Okay. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പൊ ഇത്രയും പേരോട് ചോദിച്ചിട്ട് എത്ര പേര് ആൻസർ ചെയ്തു? കൂടുതലൊന്നും എനിക്ക് പറയാനില്ല കേട്ടോ. ശരി. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ടും ഇല്ല. ഒരു കാര്യം മാത്രം, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു എഫേർട്ടും ഇല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വിൽ കണ്ടിന്യൂ. ഒരു കാര്യം കൂടി ഉണ്ട് എനിക്ക് പറയാൻ. നാളത്തെ സെഷൻ ഞാൻ ET ലാബിൽ ഒരു ക്വസ്റ്റ്യൻ മോഡ്യൂൾ, ഈ മോഡ്യൂൾ സെക്കൻഡ് മോഡ്യൂളിന്റെ ടെസ്റ്റ് ആണ്.
ET ലാബിൽ നിങ്ങളുടെ അവറിന്റെ സമയത്ത് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും മോഡ്യൂൾ ടെസ്റ്റ്. അത് ഡൗൺലോഡ് ചെയ്ത് ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യൂ. We'll continue with K-map. We have seen two variable K-map and how a truth table is plotted into a K-map, and a three variable K-map, and how a three variable K-map is plotted. We are using gray code for labeling the K-map so that the adjacent cells will be differing by only a single variable, and we can group the number of ones. The minimization of expression is done by grouping the number of ones and then writing down the address of that group. So the adjacent ones can be grouped in pairs. So it can be like this, or it can be like this, because the K-map can be folded either vertically or horizontally, so that these two columns will be adjacent. And for a for variable K-map, these two columns are adjacent and these two rows are adjacent. As you can see, these two rows differ by only a single variable A. So this is the expression for a four variable K-map. If you write down the binary equivalent of the different cell addresses, you will get the cell addresses like this. And if you write the decimal equivalent of these binary representations, then you will get decimal 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, and 15. So the reduction rules of a K-map can be summarized like this. If you are pairing two ones, that pairing will remove one variable. If you are making a quad with ones, that is 4 ones are grouped together, that will remove two variables. That will remove two variables. And if you are forming an octet, that is a group of 8 ones, then that octet formation will remove 3 variables. So to get the optimal reduction, priority is given to the octet first, then quad, and then pair. That means we have to look how many ones, the maximum number of ones we can group together. Then only we'll get a simplified expression. So the octet reduction is like this. This is one possible combination of octet. This is another possible combination of octet. And this is also another possible combination of octet, because these two rows are adjacent to each other when we flip or fold this in this vertical manner. These two columns are also adjacent. So this is another way of forming an octet. Quad reduction is possible like this. These 4 can be formed like a group, or these 4s can be. And this is also another quad. Quad means a group of 4. So these are all different types of forming quads. This way, or if the ones are at 4 corners of the K-map, then also they are adjacent to each other. So we can form that also. So these are all form reduction. Then redundant terms, this also we have seen yesterday. If all the members of a particular group are members of another groups, then that group is known as a redundant group, and that can be removed, because അങ്ങനെ ഒരു formation ഒരു additional information ഇതിലേക്ക് add ചെയ്യുന്നില്ല. എല്ലാ onesഉം ഗ്രൂപ്പ് ചെയ്തിരിക്കണം മിനിമൈസ് ചെയ്യാൻ. If it is in SOP, അത് മാത്രമാണ് റൂള്. സോ അപ്പോൾ ഇങ്ങനെ
ഇങ്ങനെ ചെയ്തിട്ട് മൂന്നെണ്ണത്തിന്റെ എക്സ്പ്രഷൻ എഴുതേണ്ട കാര്യമില്ല. അതൊരു സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ അല്ല. കാരണം ഇത് ഓൾറെഡി ഗ്രൂപ്പ് ചെയ്ത രണ്ട് വൺസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യേണ്ടതില്ല. എല്ലാ വൺസും ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ നിർത്താം. അഥവാ നമ്മൾ ആദ്യമേ ഇത് ചെയ്തു പോയി എന്നിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോക്കിയാൽ അറിയാം നമ്മൾ ഫോം ചെയ്ത ഈ ഗ്രൂപ്പിന്റെ മെമ്പേഴ്സ് ഓൾറെഡി രണ്ട് ഗ്രൂപ്പുകളിൽ വന്നു എന്ന്. സോ അതുകൊണ്ട് ഈ ഗ്രൂപ്പിനെ മാറ്റാം. ദാറ്റ് അത് മാറ്റിയാൽ മാത്രമേ നമുക്ക് മിനിമൈസ് ഫോം കിട്ടൂ. സോ ഓൾ ദ റിഡൻഡൻസി in grouping should be removed before writing the final expression. Then final expression എഴുതുന്നത് ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത ആ ഗ്രൂപ്പിലെ എല്ലാ എലിമെന്റ്സിനും കോമൺ ആയിട്ടുള്ള ടേംസ് ആണ്. സോ ഈ സപ്പോസ് ഈ ഗ്രൂപ്പിന്റെ അഡ്രസ് അല്ലെങ്കിൽ ലേബലാണ് നമ്മൾ എഴുതാൻ പോകുന്നതെങ്കിൽ ഈ രണ്ട് ഗ്രൂപ്പിനും അതിന്റെ കോളം നിങ്ങൾക്കറിയാം, കോളം അഡ്രസ് സെയിം ആണ്. സോ കോളം അഡ്രസ് കറസ്പോണ്ട്സ് ടു എക്സ്. റോ അഡ്രസ് നോക്കിയാൽ ഇത് ഈ രണ്ട് റോസ് ആണ്. ഈ രണ്ട് റോസിൽ ഈ ലിറ്ററൽ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇതാണ് കോൺസ്റ്റന്റ്. സോ ഇറ്റ് വിൽ ബി വൈ എക്സ്. സോ ദാറ്റ് ഈസ് എക്സ് വൈ. അതുപോലെ തന്നെയാണ് ഇതിന്റെ എഴുതുക. ദെൻ ഇൻ സം കേസസ് മോർ ദാൻ വൺ സൊല്യൂഷൻ. അങ്ങനത്തെ ഒരു പ്രോബ്ലമാണ് ഞാൻ എഴുതിട്ട്. കാരണം ഗ്രൂപ്പിംഗ് എല്ലാ വൺസും ഗ്രൂപ്പ് ചെയ്യാൻ നമുക്കൊരു രണ്ട് ഡിഫറെന്റ് വേസിൽ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ചില കേസിൽ ദാറ്റ് റിസൾട്ട്സ് ഇൻ ടു ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ഔട്ട്പുട്ട്സ്. നോക്കൂ, അപ്പൊ ഇത് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്യാം. സോ ബോത്ത് ഈ രണ്ട് ടൈപ്പ് ഗ്രൂപ്പിംഗ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് എക്സ്പ്രഷൻസ് ആണ് ഔട്ട്പുട്ടിൽ ഉണ്ടാക്കുന്നത്. സോ ഇതും പോസിബിൾ ആണ്. ദെൻ POS ഫോം. POSൽ നമ്മൾ ചെയ്യുന്നത് SOPയിൽ വൺസ് ആണ് ഗ്രൂപ്പ് ചെയ്തത്. എന്നിട്ട് ഡയറക്റ്റ് അതിന്റെ എന്താണോ ഇവിടെ ഉള്ളത് അത് 1 ഉള്ളതിന് ആ വേരിയബിൾ ആസച്ചും 0 ഉള്ളതിന് വേരിയബിൾ വിത്ത് എ കോംപ്ലിമെന്റ്. അങ്ങനെയാണ് നമ്മൾ, ബിക്കോസ് ഇതിന്റെ ഈ ഗ്രൂപ്പിങ്ങിന്റെ വാല്യൂ, ഇതിന്റെ വാല്യൂ എന്താണ് എഴുതിയ A bar ആൻഡ് ഹിയർ ഇറ്റ്സ് B bar. സോ A bar B bar 0 ആണ് വരുന്നതെങ്കിൽ ദ ലിറ്ററൽ റെപ്രസെന്റിങ് ദാറ്റ് കോംപ്ലിമെന്റും 1 ആണ് വരുന്നതെങ്കിൽ ആ ലിറ്ററൽ ആസച്ച്. അതാണ് SOPയിലെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്. POS ആവുമ്പോൾ സീറോസ് ആണ് ഗ്രൂപ്പ് ചെയ്യുക. സീറോസ് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഈ ഗ്രൂപ്പിങ്ങിന്റെ ഇത് എത്ര, ദിസ് ഫോംസ് എ ക്വാഡ്, അല്ലെങ്കിൽ 4 സീറോസ് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. 4 സീറോസ് ഗ്രൂപ്പ് ചെയ്യുന്നതുകൊണ്ട് 2⁻² is 4. സോ 2 വേരിയബിൾസ് റിമൂവ് ആവും. സോ ഈ 4 എണ്ണത്തിനും കോമൺ ആയിട്ടുള്ള വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ 0, 1 ആണ്. 0 എന്ന് പറഞ്ഞാൽ 0 കറസ്പോണ്ട്സ് ടു A bar and 1 corresponds to B in min terms. മാക്സ് ടേംസിന്റെ ടേംസിലാവുമ്പോൾ 0 വരുന്ന വേരിയബിൾ ആസച്ച് എഴുതും, 1 വരുന്നതിന്റെ കോംപ്ലിമെന്റ് ഫോമിൽ, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ പ്ലസ്. സോ ഈ 0, 1 എന്നാണ് കോമൺ ആയിട്ട് വരുന്നത്. 0, 1നെ ലിറ്ററൽസിന്റെ ടേംസിൽ എഴുതുമ്പോൾ ദിസ് ബിക്കംസ് A plus B bar, ബിക്കോസ് A റെപ്രസെന്റ് ചെയ്യുന്ന 0 ആണ്, B റെപ്രസെന്റ് ചെയ്യുന്ന 1. സോ ഈ ഗ്രൂപ്പിന്റെ അഡ്രസ് എന്ന് പറയുന്നത് A plus B bar ആണ്. ഇനി അടുത്ത സീറോ ഗ്രൂപ്പിംഗ്, സോ ഇത് എഴുതി. അടുത്ത സീറോ ഗ്രൂപ്പിംഗ് വരുന്നത് ഇതാണ്. ഈ 4 സീറോസും ഈ 4 സീറോസും കൂടെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അതിന് കോമൺ ആയിട്ട് വരുന്നത് ഇവിടെ ഈ 0 കോമൺ ആണ്. ദാറ്റ് മീൻസ് A എന്ന് പറയുന്നത് 0 ആയിട്ട് കോമൺ ആണ്. പിന്നെ വരുന്നത് C കോമൺ ആണ്. സോ ഇറ്റ്സ് A plus C, രണ്ടും 0 ഉണ്ട്. സോ ഇറ്റ് ഈസ് A plus C. സോ ഈ ഗ്രൂപ്പിങ്ങിനെ റെപ്രസെന്റ് ചെയ്യുന്നത് A plus C വെച്ചിട്ടാണ്. ഇനിയും ഉണ്ട്. അപ്പോൾ ഈ 2 ഗ്രൂപ്പിംഗ് കഴിഞ്ഞാലും ഈ ഒരു 0 ഗ്രൂപ്പ് ചെയ്യാതെ അവിടെ കിടക്കും. അപ്പൊ ഈ 0 വെച്ച് നമുക്ക് മാക്സിമം ഫോം ചെയ്യാവുന്ന ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കും. ഈ 0 വെച്ച് ഇങ്ങനെ ഫോം ചെയ്താൽ പോരാ, കാരണം അതിനേക്കാൾ കൂടിയതാ ഇങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ അത് സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് നടത്തിയാൽ നോക്കൂ, 1, 2, 3, 4 ഇത് 4 എണ്ണമാണ്. ഇതിന് കോമൺ ആയിട്ടുള്ളത് A0 കോമൺ ആണ്. പിന്നെ ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള D0 ആണ്. സോ ഇറ്റ്സ് A plus D.
So this is how we are writing this expression in POS form. ഇതേ സാധനം SOP എഴുതാൻ ചോദിച്ചാൽ ഇതിൻ്റെ വൺസ് ഗ്രൂപ്പ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഇതേ സാധനം SOP എഴുതിയാൽ കുറെ കൂടെ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ കിട്ടും. ബിക്കോസ് ഹിയർ യു ആർ മേക്കിംഗ് ആൻ ഒക്ടക്റ്റ്. ഒക്ടക്റ്റ് ആകുമ്പോൾ എന്തായിരിക്കും, ഒരു സിംഗിൾ വേരിയബിളിലേക്ക് എത്തും അത്. കാരണം 3 ലിറ്ററൽസിനെ എലിമിനേറ്റ് ചെയ്യും. സോ ഇഫ് യു ആർ റൈറ്റിംഗ് ദ ഇക്വലന്റ് SOP form, this grouping will result in F is equal to A, F is equal to A, and this one ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം, and that will result into ഇതും ഇതുമാണ്. പക്ഷെ പെയർ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു വേരിയബിളെ റിമൂവ് ആവുള്ളൂ സെക്കൻഡ് ടേമില്. ബാക്കി ടേംസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? B bar C D. സോ ഇതിന്റെ ഇക്വലന്റ് POS എക്സ്പ്രഷൻ F is equal to A plus പിന്നെ ഇതുമാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്, A plus B bar C D. ഇനി ഒരു ഡോണ്ട് കെയർ ടേം ഉണ്ട്. ഡോണ്ട് കെയർ ടേംസ് എന്ന് പറഞ്ഞാൽ in some cases outputs are undefined. We don't care if the logic produces a 0 or a 1. This knowledge can be used to simplify functions. Suppose in some cases we don't know the output, or we are not bothered about the output. Instead of ones and zeros, we'll have this don't care terms also. This will be marked as X or 0 or 1. Other X item mark. We are don't care. This don't cares treat X like either ones or zeros. It's very useful in simplification. Okay, to leave some X's uncovered. കാരണം ആക്ച്വലി ഇങ്ങനെയുള്ള ഔട്ട്പുട്ട്സിനെ കുറിച്ച് ഒരു ഡിസൈനിങ്ങിൽ ബോധേഡ് അല്ലാത്ത ഔട്ട്പുട്ട്സിനെയാണ് ഇങ്ങനെ ഇടുന്നത് നമ്മൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BCD to സം അതർ കോഡ് കൺവേർട്ടർ ആണെങ്കിൽ BCD 9 വരെ വരുള്ളൂ. 9 കഴിഞ്ഞിട്ട് വാലിഡ് BCD നമ്പേഴ്സ് ഇല്ല. സോ വി നോ ദാറ്റ് ആഫ്റ്റർ 9 അപ് ടു 15. കെ മാപ്പില് 10, 11, 12, 13, 14, 15 ഇതിന് പൊസിഷൻ ഉണ്ട്. അപ്പൊ ആ ഔട്ട്പുട്ട്സ് എന്താണെന്ന് ആക്ച്വൽ കേസിൽ നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് അങ്ങനെ ഒരു ഇൻപുട്ട്സ് ഒരിക്കലും വരാൻ പോകുന്നില്ല. പക്ഷേ ഡിസൈൻ ഈ ഡോണ്ട് കെയറും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ ഡോണ്ട് കെയർ ഇട്ട ദാറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് നമ്മുടെ സിറ്റുവേഷൻ അറേസ് ചെയ്യുന്ന പോലെ 1 or 0 ആക്കാം. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ അത് ഗ്രൂപ്പ് ചെയ്യാൻ അതും കൂടെ ആഡ് ചെയ്ത ഒരു സിംപ്ലിഫൈഡ് ഗ്രൂപ്പ് കിട്ടുമെങ്കിൽ അതും കൂടെ എടുക്കാം. പക്ഷെ ഡോണ്ട് കെയർസ് ഗ്രൂപ്പ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് വിടുകയും വേണ്ട. ഫോർ എക്സാമ്പിൾ ദിസ് വൺ, say the function is ABCD and it's sigma m 13579 plus don't care 61230. So how will you map this? It's 13579. So ABCD, so it is a 4 variable K map. It will have 16 cells. 4 variable K map, so it will have 16 cells. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, okay, sorry, here അങ്ങനെയല്ല, കാരണം ഇവിടെ അഡ്രസ് ഒന്ന് മാറിയിട്ടുണ്ട്. സോ ഐ ഹാവ് പുട്ട് ലൈക്ക് ദിസ് ABCD. സോ അതുകൊണ്ട് കാരണം നോർമലി നമ്മൾ ABCD ഇങ്ങനെ എടുത്താൽ ഇവിടെയാണ് 0, 0, 0, 0, 0, ഇവിടെ 0. അടുത്ത 0, 0, 0, 1 വരുമ്പോൾ ഇവിടെയാണ് വരുന്നത്. സോ ഇറ്റ്സ് 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ജസ്റ്റ് ഈ അഡ്രസ് ഹൊറിസോണലും വെർട്ടിക്കലും അഡ്രസ് ഒന്ന് മാറ്റി എഴുതി, അത്രേ ഉള്ളൂ. ബട്ട് സെൽ അഡ്രസ് മാറുന്നേ ഉള്ളൂ, വേറെ നമ്മുടെ റൂൾസിലോ ഇതിൽ എക്സ്പ്രഷൻസിലോ ഒന്നും അത് മാറാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് മാപ്പ് ചെയ്യുമ്പോൾ നോക്കൂ, 13579 ആണ് 1. അപ്പോൾ ഇതാണ് 1. ദിസ് ഇസ് 1 കഴിഞ്ഞ പിന്നെ 3 എന്ന് പറഞ്ഞാൽ ഏതാ? 3, 0, 1, 2, 3 ഇതാണ്. സോ 3ലും 1, then 5, 4, 5ലും 1, then 6 ഇത് 6 ഡോൺ കെയറിൽ വന്നു, അതുകൊണ്ട് 6ന് ഡോൺ കെയർ ഇട്ടു. 7 വന്നു, then
8 ഒന്നിലും വരുന്നില്ല, അതുകൊണ്ടാണ് 80. 9 ഇതിൽ വന്നു 9 1 10 11 രണ്ടും ഇത് രണ്ട് വരാത്തതുകൊണ്ട് 0 10 11 then this is 12 don't careലുണ്ട്, അതാണ് ഇവിടെ don't care ഇട്ടത്. 13 also in don't care, so we put 13 here. Then 14 15 not included at all, so that should produce 0. So ഇങ്ങനെയാണ് ആ ട്രൂത്ത് ടേബിൾ ഈ എക്സ്പ്രഷൻ മാപ്പ് ചെയ്യുന്നത്. സോ ഈ എക്സ്പ്രഷന്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ എഴുതിയാൽ ഇങ്ങനെ വരും. നോക്കൂ, 0ക്ക് രണ്ടിലും ഇല്ലല്ലോ, 0ക്ക് 0 ഔട്ട്പുട്ട് 0 ആയിരിക്കണം. 1 എന്ന ഇൻപുട്ട് കോമ്പിനേഷൻ വന്ന ബിക്കോസ് ഹിയർ, സോ ഇറ്റ്സ് 1 2 ഇതിലെങ്ങും 2 ഇല്ല, 2 അതുകൊണ്ട് 0 പ്രൊഡ്യൂസ് ചെയ്യണം. 3 1 പ്രൊഡ്യൂസ് ചെയ്യണം. 4 എന്ന ഇൻപുട്ട് 4 വന്നാൽ 4 ഇതിലൊന്നുമില്ല, സോ 4 ഓൾസോ ഷുഡ് പ്രൊഡ്യൂസ് 0. 5 വന്നാൽ 1 പ്രൊഡ്യൂസ് ചെയ്യണം, ഈ 5 വന്നാൽ 1. ദെൻ 6 വന്നാൽ 6 ഈ ഡോണ്ട് കെയർ ടേമിലാണുള്ളത്, സോ 6 വന്നാൽ ഡോണ്ട് കെയർ. 7 വന്നാൽ 7 ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് വേണ്ട ടേംസിലുള്ളതുകൊണ്ട് 7 വന്നാൽ ഔട്ട്പുട്ട് 1. 8 വന്നാൽ 8 ഇതിൽ രണ്ടിലില്ല, സോ 8 വന്നാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കണം. 9 വന്നാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കണം, 10 വന്നാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കണം. 11 വന്നാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കണം. 12 വന്നാൽ 12 comes in this don't care, so 12 വന്നാൽ ഔട്ട്പുട്ട് don't care ആയിരിക്കണം. 13 വന്നാലും ഔട്ട്പുട്ട് don't care ആയിരിക്കണം. then 14 and 15 should produce zeros. ഇതാണ് ഈ എക്സ്പ്രഷൻ നമ്മൾ ട്രൂത്ത് ടേബിളിലേക്ക് മാറ്റിയത്. വൺസ് ട്രൂത്ത് ടേബിളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാപ്പ് ചെയ്യാൻ ഒന്നുകിൽ ഡയറക്റ്റ്, ഇപ്പോൾ കുറച്ച് പരിചയമായാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ മാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ട്രൂത്ത് ടേബിളിലേക്ക് പോയിട്ട് ട്രൂത്ത് ടേബിളിൽ നിന്നാകുമ്പോൾ കറസ്പോണ്ടിങ് സെൽ അഡ്രസ് നോക്കി വേഗം നമുക്ക് മാപ്പ് ചെയ്യാം. മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്താൽ ഇവിടെ കണ്ടോ ഡോണ്ട് കെയർ, കാരണം ഡോണ്ട് കെയർ എന്തായാലും ഈ 4 വൺസും കൂടെ ഗ്രൂപ്പ് ചെയ്യാം. ഈ 4 വൺസും കൂടെ ഗ്രൂപ്പ് ചെയ്താൽ അതിന് കോമൺ ആയിട്ട് വരുന്നത് എ ബാർ ആൻഡ് ഡി. സോ ദാറ്റ് ഈസ് എ ബാർ ഡി. പിന്നെ നോക്കുമ്പോൾ ഇവിടെ ഒരു 1 കിടപ്പുണ്ട്. ഈ 1നെ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്താൽ അതൊരു പെയറേ ആവുള്ളൂ. പക്ഷേ ഈ ഡോണ്ട് കെയറും കൂടെ കൺസിഡർ ചെയ്ത് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്താൽ അതൊരു ക്വാഡ്. 4 എണ്ണത്തിന് ഗ്രൂപ്പ് ചെയ്യാം. 4 എണ്ണത്തിന് ഗ്രൂപ്പ് ചെയ്താൽ നമുക്ക് പെയറിനേക്കാളും സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ കിട്ടും. അതുകൊണ്ട് നമ്മൾ ഈ 4 എണ്ണവും ഗ്രൂപ്പ് ചെയ്യുന്നു. സോ 4 എണ്ണം ഗ്രൂപ്പ് ചെയ്താൽ അതിന് കോമൺ ആയി വരുന്ന അഡ്രസ് ഇതാണ്, സി ബാർ ഡി. സോ ദ ഫൈനൽ എക്സ്പ്രഷൻ ഈസ് എ ബാർ ഡി പ്ലസ് സി ബാർ ഡി. ഇവിടെ ഈ ഡോണ്ട് കെയർസ് ഗ്രൂപ്പ് ചെയ്യാതെ കിടന്നാൽ അത് കൺസിഡർ ചെയ്യേ വേണ്ട. സോ ഡോണ്ട് കെയർസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് 1 or 0. ഈ ഡോണ്ട് കെയറിനെ നമ്മൾ 1 ആയിട്ട് എടുത്തു ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ എക്സ്പ്രഷൻ. ഈ 2 ഡോണ്ട് കെയർസും നമുക്ക് ആവശ്യമില്ല, വേറെ റിഡക്ഷൻ ആവശ്യമില്ല. സോ ദിസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് സീറോസ്. സോ ദിസ് ഇസ് ദ കേസ് വെൻ ഡോണ്ട് കെയർസ് ഹെൽപ്സ് ഇൻ simplification of expressions. Okay, don't cares are the input configurations or input combinations which actually, as the name implies, we don't care about its occurrence, or so we don't care about what output it will produce. So we can say where can produce 1 or 0, we don't bother. So that type of terms are known as don't care terms. Okay, so don't care conditions. In some situations, we don't care about the value of a function for certain combinations of the variables. These combinations may be impossible in certain contexts, or the value of the function may not matter when the combinations occur. In such situations, we say that the function is incompletely specified and there are multiple logic functions that can be used in the design. So we can select a function that gives the simplest circuit. When constructing the terms in the simplification procedure, we can choose to either cover or not cover the don't care conditions. Okay. You can tell the attendance.
Please say the attendance. Attendance പറയൂ. Number 2 ഇല്ലേ? 2. പറഞ്ഞോളൂ. 4. 5. 5. 6. 7. 8. 11. 12. 13. 15. 16. 17. 19. ബേസിൽ ഇല്ലേ? ബേസിൽ 20. ആ ഉണ്ടല്ലോ. ബേസിൽ പറഞ്ഞില്ലല്ലോ. ചന്ദന പറഞ്ഞു. ഓക്കെ. ധ്യാൻ 20. ഓക്കെ. 20. 21. 21. ഓക്കെ. 22 ഇല്ലേ? 22. 22. അതിന്റെ ഫർസീനെ 2 തവണ ചെയ്ത പോലെ കാണുന്നു. അത് ലെഫ്റ്റ് ആയി പോയി പെട്ടെന്ന്. ഹന്ന 23. പറഞ്ഞോളൂ. ജിതിന് 26. 27. 28. 29. 30. 31. 32. 33. 34. 35. 36. 39. 40. 41. 42. 43. 44. 45. 46 ഇല്ല. 47. 47. 48. 48. 47. Okay. Anything you want to ask? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇതുവരെ എടുത്തതിൽ? എന്തെങ്കിലും ഡൗട്ട്? ഡൗൺ കേസിനെ പറ്റി? Okay. Then we'll continue. അപ്പോൾ നാളെ ക്ലാസ്സിൻ്റെ സമയത്ത് ടെസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മോഡ്യൂൾ 2-ൻ്റെ ഇതുവരെ എടുത്ത പോർഷൻസ് ടെസ്റ്റാണ്. അപ്പോൾ ഇതിൽ കയറി ടെസ്റ്റ് ചെയ്യുക. ഓൺലൈനായിട്ട് അതിൽ തന്നെ സബ്മിറ്റ് ചെയ്യാൻ വേണം. ഓക്കെ. Then we'll continue. So, map simplification with down case. ഇതൊന്ന് എഴുതിയെടുക്കൂ. ഫസ്റ്റ് വൺ. ഈ 2 മാപ്പുകളില്ലേ, ഇത് ഫസ്റ്റ് വൺ നിങ്ങൾ ഒന്ന് വരച്ചെടുത്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ഗ്രൂപ്പ് ചെയ്തിട്ട് പറയൂ. അതാണ് നല്ലത്. ഇതിൽ നോക്കി കോപ്പി ചെയ്യണ്ട. ഇതൊന്ന് വരച്ചെടുക്കും.
ഫസ്റ്റ് വൺ മാത്രം വരച്ചെടുത്താൽ മതി. ഇത് വരച്ചെടുക്കൂ. ഈ ഗ്രൂപ്പിംഗ് വരച്ചെടുത്തിട്ട് ഇതിന്റെ മാപ്പിംഗ് വരച്ചെടുക്കൂ. ഗ്രൂപ്പിംഗ് നിങ്ങൾ തന്നെ ചെയ്തു. ഗ്രൂപ്പിംഗ് ആൻഡ് ലേബലിംഗ് ഓഫ് ഗ്രൂപ്പ്സ് നിങ്ങൾ തന്നെ ചെയ്തു. ഇതിന്റെ മാപ്പിംഗ് കാരണം എങ്ങനെയാണ് ഫംഗ്ഷൻ കെ മാപ്പിലേക്ക് ഇട്ടിരിക്കുന്നത്, വൺസും സീറോസും ഡോൺ കെയർസും ഇടുന്ന കെ മാപ്പിലേക്ക് ഇടുന്ന അതിനെ ആ പ്രോസസ്സിനെയാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഹൗ ദ ഫംഗ്ഷൻ ഈസ് മാപ്പ്, ആ മാപ്പിംഗ് മാത്രം നിങ്ങൾ ഇത് നോക്കി കോപ്പി ചെയ്യൂ. ഗ്രൂപ്പ് ചെയ്യുന്നതും ഗ്രൂപ്പ് ചെയ്യാൻ തന്നെ ഇങ്ങനെ കമ്പൈൻ ചെയ്തു ക്വാഡ്, പെയർസ്, സ്ക്വാഡ്സ്, ഒക്ടറ്റ്സ് ഉണ്ടാക്കുന്നത്. ഗ്രൂപ്പ് ചെയ്യുന്നതും ഗ്രൂപ്പിനെ ലേബൽ ചെയ്യുന്നതും നിങ്ങൾ ഇതിൽ നോക്കാതെ ചെയ്യൂ. എന്നിട്ട് റിസൾട്ട് കമ്പയർ ചെയ്താൽ മതി. ഇതാദ്യം വരച്ചെടുക്കും. രണ്ടാമത്തെ ഇത് ഓൾട്ടർനേറ്റ് കവറിങ്, ഇത് എഴുതണം എന്നില്ല. ആദ്യത്തെ സെൽ മാത്രം വരയ്ക്കൂ. എന്നിട്ട് ഈ ആൻസർ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. F is equal to, after simplification, it's A bar C bar D plus B plus AC. A bar C bar D plus B plus AC. ആൻസർ എഴുതി വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് നോക്കൂ. എഴുതി കഴിഞ്ഞോ? Shall I move? Okay, അടുത്തതിലേക്ക് പോവാമല്ലോ. ഈ എക്സ്പ്രഷൻ ഒന്ന് എഴുതിയെടുക്കൂ. F of A B C D is equal to A bar B bar C plus A bar B bar C plus A bar B C plus A bar B C bar D plus A B C D plus don't care A B bar C. ആൻസർ ഒന്നും നിങ്ങൾ നോക്കണ്ട, മാപ്പിംഗ് നോക്കണ്ട, ക്വസ്റ്റ്യൻ മാത്രം എഴുതൂ. എ ബാർ ബി ബാർ സി പ്ലസ് എ ബാർ ബി സി പ്ലസ് എ ബാർ ബി സി ബാർ ഡി പ്ലസ് എ ബി സി ഡി പ്ലസ് ഡോണ്ട് കെയർ എ ബി ബാർ സി. ഞാൻ ചെയ്ത് നോക്കൂ. ടെസ്റ്റ് ഒന്ന് എഴുതിയല്ലോ എല്ലാവരും? ഒന്നും കൂടി വേണോ ക്വസ്റ്റ്യൻ? അപ്പൊ ആദ്യം നിങ്ങൾ ഈ എക്സ്പ്രഷനെ ഒരു കെ മാപ്പിലേക്ക് മാപ്പ് ചെയ്യണം. മാപ്പ് ചെയ്യാൻ either directly you can map or you can map through. കുറച്ചുകൂടി ഒരു ഫെമിലിയറൈസ് ആവണമെങ്കിൽ നിങ്ങൾ ആ സിസ്റ്റമാറ്റിക് വേ എന്ന് പറഞ്ഞത് എക്സ്പ്രഷന്റെ ട്രൂത്ത് ടേബിൾ എഴുതൂ. ട്രൂത്ത് ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് മാപ്പ് ചെയ്യാം. അപ്പോൾ എക്സ്പ്രഷന്റെ ട്രൂത്ത് ടേബിൾ എഴുതി ട്രൂത്ത് ടേബിളിൽ നിന്ന് മാപ്പ് ചെയ്യൂ.
ഓക്കെ, ഇനി ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ ചെയ്ത് കംപ്ലീറ്റ് ആക്കൂ. കംപ്ലീറ്റ് ആക്കിയിട്ട് കിട്ടിയ എക്സ്പ്രഷൻസ് എനിക്കൊന്ന് ചാറ്റ് ചെയ്യൂ, മെസ്സേജ് ചെയ്യൂ. ഓക്കെ, ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അത് ചെയ്തിട്ട് വന്നാൽ മതി. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കൂ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, സോ നൗ വിൽ സ്റ്റോപ്പ് ഹിയർ. സോ ടുമോറോ യു ഹാവ് ടു റൈറ്റ് ദറ്റ് എക്സാം. ഓക്കെ, at 11:30. സോ ഇ ടി ലാബിൽ ജോയിൻ ചെയ്യൂ, അവിടെ എഴുതൂ കേട്ടോ.